ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവൻ ശാലിനിയോട് പറയാം, പരസ്പരം പങ്കുവെക്കുന്നതെല്ലാം ദുഃഖങ്ങളാണ്. ആ എല്ലാ ദുഃഖങ്ങളും ഒരേ ഒരു കൂരക്കീഴിലാവുമ്പോൾ പരസ്പരം പറഞ്ഞ് സമാധാനിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. ശാലിനി ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞിട്ട് ശിവൻ ചന്ദ്രയെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അരുണയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും കൊച്ചിനെ ഇട്ട് കളിപ്പിക്കുക. മൂർത്തി പറയുന്ന എൻ്റെ ചക്കരവാവേ, അച്ഛൻ്റെ മോളെ എന്നൊക്കെ വിളിച്ച് ലാളിക്കുക. വേണ്ട, അവളെ ഒന്ന് മേല് കഴുകി കഴിഞ്ഞപ്പോഴേ അവിടെ ഉറക്കമൊക്കെ പോയി. ഇന്നിനി ഉറക്കം ഉണ്ടാവും തോന്നില്ല. അതിനെന്താ, ഇവക്ക് വേണ്ടി ഉറക്കം ഒഴിയുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മൂർത്തിയുടെ അമ്മ പറയാ, മോളെ മോക്കറിയാവോ, ഞാൻ ഇവനെ കുളിപ്പിച്ചത് പാളയെ കിടത്തിയായിരുന്നു. അന്നാണെങ്കിൽ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. കുളിപ്പിക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണ വെച്ച് ചില നാട്ടുപണികളൊക്കെ അമ്മ അങ്ങോട്ട് കാണിക്കും. അതൊക്കെ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ അതിൻ്റെയൊക്കെ ഗുണം താണ്ട് ഇവനുണ്ട്. അമ്മ, ഞാൻ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാന്ന് വിചാരിച്ചതേ ഇതൊക്കെ ഒന്ന് പഠിക്കാന്ന് വിചാരിച്ചിട്ടാ. ഇതൊക്കെ എൻ്റെ മനസ്സിലെ ചില ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അതിനെന്തായിരുന്നേ, ഇപ്പോൾ എല്ലാം നടന്നില്ലേ, താൻ ഹാപ്പി ആയില്ലേ? അമ്മേ, നമ്മുടെ മോക്ക് നല്ലൊരു പേരുണ്ടേ, കിങ്ങിണി, അമ്മു. അമ്മേ, ഞാനൊരു പേര് പറയട്ടെ, മോക്ക് ഭാഗ്യ എന്ന് പേരിട്ടാലോ? നമ്മുടെ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവന്നത് ഈ മോളല്ലേ. കൊള്ളാം മോനെ, ഭാഗ്യം നല്ല പേരാ. അരുണ പറയാം, ഭാഗ്യം പേരൊക്കെ കൊള്ളാം, പക്ഷെ എൻ്റെ പേരിനോട് ചേരുന്ന ഒരു പേരിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മൂർത്തി ഉടനെ പറയാം, അങ്ങനെയാണെങ്കിൽ ഒരു പേരുണ്ട്, പക്ഷെ അതെൻ്റെ മോക്കിടാൻ പറ്റില്ല. അരുണയുടെ ഒരക്ഷരം അങ്ങോട്ട് മാറ്റിയിട്ടെ അരണ. ഇത്രയും സുന്ദരിയായി എൻ്റെ മോക്ക് എന്തായാലും അരണേന്ന് പേര് വേണ്ട. എന്താ ഒരു ചിരിയും ബഹളമൊക്കെ എന്നും പറഞ്ഞ് മൂർത്തിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനും കൂടെ കേക്കട്ടെ, നിങ്ങൾ എന്തുവാ പറഞ്ഞു. അച്ഛാ, ഈ മൂർത്തി എന്നെ കളിയാക്കുക അച്ഛാ. എത്ര കാലമായി മക്കളെ നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു ചിരിയൊക്കെ ഉയർന്നു കേട്ടിട്ട്. എല്ലാം ഇങ്ങോട്ട് വന്നു കയറിയ ഈ കുഞ്ഞുപാവയുടെ ഭാഗ്യവാ. അതുകൊണ്ട് പേരിടുമ്പോഴും ആ ഭാഗ്യം വേണം. മൂർത്തിയുടെ അമ്മ ഉടനെ ഒരു പേര് പറയാ, കാർത്തൂന്നായാലോ? അതാകുമ്പോൾ എൻ്റെ പേരുമായിട്ടൊരു സാമ്യം ഉണ്ടല്ലോ. അയ്യോ, അത് വേണ്ട, അതൊരു പഴഞ്ചൻ പേര. മോൻ ആ തിരുമുൽപ്പാടിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ, അദ്ദേഹം പറയും മോക്ക് പറ്റിയ ഒരു പേര്. അച്ഛൻ പറഞ്ഞത് ശരിയാ, അത് നല്ലൊരു ഐഡിയ എന്നും പറഞ്ഞ് മൂർത്തി വിളിക്കുന്നുണ്ട് തിരുമുൽപ്പാടിനെ. ഞാൻ വിളിച്ചത് മോൾക്കൊരു പേരിടണം. അതൊരു ഐശ്വര്യമുള്ള പേരുമായിരിക്കണം, എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്ന പേരുമായിരിക്കണം. എങ്കിൽ ഞാനൊരു പേര് പറയാം. സുന്ദരിയാണ് മോളല്ലേ? അതേ സ്വാമി, സാക്ഷാൽ ലക്ഷ്മി ദേവി. ആ ഐശ്വര്യം ഇപ്പം ഞാൻ മൂർത്തിയുടെ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട്. സർവ്വ ഐശ്വര്യമുള്ള ലക്ഷ്മി ദേവിയെ പോലെ ഇരിക്കുന്നവൾ, വീടിനും വീട്ടിലുള്ളവർക്കും ഭാഗ്യമായി വന്നവൾ. അപ്പോഴവൾക്ക് ഭാഗ്യലക്ഷ്മി എന്നല്ലാതെ മറ്റെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അതുകൊണ്ട് മൂർത്തി ഭാഗ്യലക്ഷ്മി അങ്ങനെ തന്നെ വിളിച്ചോളൂ. ഒരുപാട് സന്തോഷമുണ്ട് സ്വാമി. പേരിടൽ ചടങ്ങിന് സ്വാമിയെ വിളിക്കും. സ്വാമി വരണം, ഉറപ്പായിട്ടും ഞാൻ വരും. അപ്പോൾ സമയം മാത്രം നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. മൂർത്തി, എന്താ സ്വാമി പറഞ്ഞത്, എന്ത് പേരാ പറഞ്ഞത്? എല്ലാവരും കൂടെ ചോദിക്കുക. മോളുടെ പേര് ഭാഗ്യലക്ഷ്മി. കൊള്ളാം, നല്ല പേര്. എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുവാണ്. ഭാഗ്യമുണ്ട്, ലക്ഷ്മിയുണ്ട്, പിന്നെ ഇനി എന്താ വേണ്ടത്? എന്നാ അച്ഛാ, നല്ലൊരു ദിവസം നോക്കി നമുക്ക് ഈ പേരിടൽ ചടങ്ങ് നടത്തിയാലോ? ജനിച്ച സമയം മുതൽ ഒരു 100 വിളിപ്പേരാണ് ഈ കുഞ്ഞ് കേട്ടത്. ഇനിയെങ്കിലും സ്വന്തമായിട്ട് അവൾക്കിടുന്ന പേര് അവളൊന്ന് കേൾക്കട്ടെ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഭാഗ്യലക്ഷ്മി എന്ന പേരങ്ങ് ഉറപ്പിച്ചു. ഗാഗീസ് കിച്ചൻ്റെ ഓണറാണെന്ന് തോന്നുന്നു. അവിടെ വന്ന ഡോറൊക്കെ തുറക്കുന്നു. അവർ തുറന്നിട്ട് നോക്കുമ്പോൾ ശാരിക അവിടെ കിടക്കുന്നു. അല്ല, ഇതാരാ ഇവിടെ കയറി കിടക്കുന്നത്? ആരാ? എഴുന്നേക്കാനാ പറഞ്ഞ്. ഇത് കൊള്ളാലോ, നീ ഏതാ, നീ ആരാ എന്നൊക്കെ ഒരു 100 ചോദ്യം ചോദിക്കുന്നുണ്ട് ശാരിയോട്. എന്തിനാ നീ ഇതിനകത്ത് കയറിയത്? അത് വിശന്നിട്ട് തളർന്ന് വീഴാൻ പോയപ്പോൾ ഇങ്ങോട്ട് കയറി കിടന്നതാ. എടി, നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളൊന്നും ഇതിനകത്ത് കയറി കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ എളുപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്ക്. ഇവിടെ VIP-കളൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലവാ. ശാരിക കരഞ്ഞുകൊണ്ട് പറയാം, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? അത്രയ്ക്ക് വിശന്നിട്ടാ, എനിക്ക് തല കറങ്ങിയിട്ട് വയ്യ. നിനക്ക് കഴിക്കാനൊക്കെ തരാം, പക്ഷെ കഴിച്ചിട്ട് ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്. അപ്പം തന്നെ നീ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ ശാരിക കരഞ്ഞുകൊണ്ട് പറയുക. അങ്ങനെ അവർ ശാരിയയ്ക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്ത് കൊടുക്കുന്നു. ആർത്തിയോടെ ബ്രെഡ് എടുത്ത് ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നുവാണ് ശാരിയ. അത് കണ്ടിട്ട് അവർ പറയും, നിൽക്ക്, ആദ്യം നീ വെള്ളം കുടിക്ക്. വേണ്ട, ഇങ്ങനെ നടക്കുന്നവരൊക്കെ കട തുറക്കുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഞാൻ ആരെയും ഇവിടെ കയറ്റാറില്ല. അയ്യോ, ഞാൻ അങ്ങനെ നടക്കുന്ന പെണ്ണല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വന്ന് ഭക്ഷണം ചോദിക്കൂ. അല്ല, കാലം മോശമായതുകൊണ്ട് പറഞ്ഞതാ. ഇന്നാ ഈ ബ്രെഡും കൊണ്ട് നീ വേഗം എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക് എന്നിങ്ങനെ പറയും. എൻ്റെ റസാക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ശാരിയെ റസാക്കിനെ കണ്ടിങ്ങനെ ഞെട്ടി നോക്കുവാണ്. പോലീസ് സ്റ്റേഷനിൽ റസാക്കിനെ കണ്ട ഓർമ്മ ശാരിയയ്ക്ക് വരിക. പെട്ടെന്ന് ശാരിക അവിടെ നിന്ന് ഓടുവാണ്. സാറേ, വന്നാട്ടെ, ഇരുന്നാട്ടെ, എനിക്കൊരു ചായ വേണം. ഇതെൻ്റെ കട തുറന്നതേ ഉള്ളൂ, സാർ അങ്ങോട്ട് ഇരുന്നോ, ഇപ്പം എടുക്കാമല്ലോ എന്നും പറഞ്ഞ് അവർ ചായ എടുക്കുക. ശാരിക അവിടെ ഒളിച്ച് മാറി നിന്നിങ്ങനെ റസാക്കിനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് റസാക്കിൻ്റെ ഫോണിലോട്ട് ശാരിക വിളിക്കുന്നുണ്ട്. റസാക്ക്, ഞാൻ ശാരിക അയച്ചിട്ട് ഫോട്ടോ ഇപ്പം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്.
ശാരികച്ചി നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനിലൂടെ മെസ്സേജ് പാസ് ചെയ്യണം, ഈ ഫോട്ടോയും കൊടുക്കണം. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അങ്ങനെ എല്ലായിടത്തും നോക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മാഡം. ഇന്നലെ രാത്രി മുതൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കയറി ഇറങ്ങി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ആളെ ഞങ്ങൾ കണ്ടെത്തും. ഇതൊക്കെ ശാരിക കേൾക്കുന്നുണ്ട്. അപ്പോഴവർ ചായയായിട്ട് വരുന്ന ചായ റസാക്ക് വാങ്ങി കുടിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ റസാക്കും ശാലിനിയും സംസാരിക്കുന്നുണ്ട്. അവസാനം ഓക്കെ മാഡം എന്നും പറഞ്ഞ് ഒരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. റസാക്കാണെങ്കിൽ ശാലിനി അയച്ചു കൊടുത്ത ശാരികയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുവാണ്. ചായയൊക്കെ കുടിച്ചിട്ട് റസാക്ക് ചായയുടെ കാശ് കൊടുത്തിട്ട് പോവാണ്. ശാരികയോടെ പതുങ്ങി നിൽക്കുന്നതുകൊണ്ട് അവർ വഴക്ക് പറയും. നീ ഇതുവരെ പോയില്ലേ? ഞാൻ പോകാൻ നിൽക്കുക. എന്നാലും ഇനി നിൽക്കണ്ട, വേഗം പൊക്കോ ഇവിടുന്ന്. അങ്ങനെ ശാരിക അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നുണ്ട്. ചാച്ചപ്പൻ വന്ന് കണ്ട മഹേന്ദ്രന്റെ മുന്നിൽ യാചിക്കുക. മഹേന്ദ്രൻ സാറേ, എന്നെ രക്ഷിക്കണം, എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. മഹേന്ദ്രൻ കൊടുത്തവന്റെ ചെവിക്കുറ്റിക്ക് ഒരു ഒറ്റടി. ഒരുത്തന്റെ ജീവനെടുത്തിട്ട് കയ്യബദ്ധം. സാറേ, ഞാൻ പറഞ്ഞില്ലേ, അയാൾ മുന്നിൽ വന്ന് ചാടിയതാ. ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടിയില്ല. എന്നെ രക്ഷിക്കണം, ശിവൻകുഞ്ഞ് എന്നെ കണ്ട കൊന്നുകളയും. എടാ, നീ പറയുന്നത് ആരും വിശ്വസിക്കില്ല. നീ പറഞ്ഞ കയ്യബദ്ധമേ ഞാൻ പറഞ്ഞിട്ടാണെന്നാ ശിവൻ പോലും വിശ്വസിച്ചിരിക്കുന്നത്. നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച ഞാനാണെന്ന്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പയ്യനെ ഇല്ലാതാക്കുമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ സമയത്തുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ. പക്ഷെ നിന്റെ കയ്യിൽ നിന്നൊരു കൈപ്പിഴ വരുമെന്ന് ഞാൻ കരുതിയില്ല ചാച്ചപ്പ. സാറേ, അറിയാതെ പറ്റിപ്പോയി. സാറ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ്. അറിയാതെയാണെങ്കിലും ഞാൻ ചെയ്തു പോയത്. സാറേ, സാർ എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞ് മഹേന്ദ്രൻ്റെ കാലേ വീഴുക. എഴുന്നേക്കടാ, നിന്നെ ഞാൻ രക്ഷിക്കാൻ പോയാലേ പോലീസ് എന്നെ സംശയിക്കും. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്തതെന്നേ ആൾക്കാർ വിശ്വസിക്കൂ. അതുകൊണ്ട് ചാച്ചപ്പ, നീ എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. സാറേ, സാറും കൂടെ എന്നെ കൈവിട്ടാൽ ഒന്നുകിൽ ഞാൻ കൊലക്കുറ്റത്തിനകത്തു പോകും, അല്ലെങ്കിൽ ഞാൻ ശിവൻകുഞ്ഞിൻ്റെ കൈകൊണ്ട് മരിക്കും. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. എടാ ചാച്ചപ്പ, നീ പറഞ്ഞ ശിവനെ എൻ്റെ മകനാ. അവൻ എൻ്റെ ദേഹത്ത് കൈവെക്കാത്ത എന്താണെന്നറിയോ? ഞാൻ അവൻ്റെ അച്ഛനായതുകൊണ്ട് മാത്രമാ. പക്ഷെ നിന്റെ സ്ഥിതി അതായിരിക്കില്ല. നിന്നെയെങ്ങാണ് അവൻ കണ്ട നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പോലും അവൻ മടിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ പോയി പെടാതെ പോലീസിൽ പോയി കീഴടങ്ങാൻ നോക്ക്. നിന്റെ രക്ഷയോർത്തൊന്നുമല്ല ഞാനീ പറയുന്നത്. എൻ്റെ മകൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയാ. എന്താ സംഭവിച്ചത് സത്യസന്ധമായി പോലീസിനോട് പറഞ്ഞിട്ട് അവിടെ കീഴടങ്ങും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി സാറേ, സാർ എന്നെ കൈവിട്ട സ്ഥിതിക്ക് ഞാനിവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല. ശിവൻകുഞ്ഞിൻ്റെ കയ്യിൽ പോയി പെടുന്നതിലും ഭേദം പോലീസിൽ പോയി കീഴടങ്ങുന്നതാ. ശാരിക വീണ്ടും വേണ്ട ഹോട്ടലിലോട്ട് വന്നിരിക്കുക. ആഹാ, നീ ഇതുവരെ പോയില്ലേ? അങ്ങനെ പോകാൻ എനിക്ക് വേറെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. ഞാനൊരു അനാഥയെ, ആകെ സ്വന്തമെന്ന് പറയാനുള്ളായിരുന്ന ഒരു മോളാ. ആ മോളെ എനിക്ക് നഷ്ടമായി. അപ്പോൾ നിന്റെ ഭർത്താവോ? എൻ്റെ മോൾ എൻ്റെ വയറ്റിൽ ജീവനെടുത്തു എന്നറിഞ്ഞ നിമിഷം അയാൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്കിനി ജീവിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ മോളെ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അയ്യോ, നീ അങ്ങനെയൊന്നും പറയാതെ. നിന്റെ മോള് നിന്റെ കയ്യിലോട്ട് തന്നെ തിരിച്ചു വരും. ഒരമ്മയുടെ സങ്കടത്തിന് മുന്നിൽ ഈശ്വരനെ കണ്ണു തുറക്കാതിരിക്കാനാവില്ല. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ നടക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ എൻ്റെ മോളെ കണ്ടെത്തിയിരിക്കും. നീ ഇങ്ങനെ നടക്കുന്നതിനും ജീവൻ നിലനിർത്തി പോകുന്നതിനും കാശ് വേണ്ടേ? എന്താ നിന്റെ പേര്? ശാരികയെന്ന് ഇങ്ങനെ പറയാൻ വന്നിട്ട് പെട്ടെന്ന് ശാരദ എന്നിങ്ങനെ പറയുക. ശാരദ, പേരൊക്കെ കൊള്ളാം. നിനക്ക് എന്തെങ്കിലും പണിയറിയാവോ? എനിക്ക് ഹോട്ടൽ പണി അറിയാം. കുടുംബശ്രീ ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. നിനക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമെങ്കിലേ നിന്നെ ഞാൻ സഹായിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിനക്ക് എൻ്റെ കൂടെ ഒപ്പം നിൽക്കാം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ കുഞ്ഞിനെ അന്വേഷിക്കുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്നതാ. അങ്ങനെ ആകുമ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ കാര്യം അവരോട് സംസാരിക്കുകയും ചെയ്യാം. കർത്താവ് തമ്പുരാൻ നിന്നെ രക്ഷിക്കും. ഇനിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ നിന്റെ പേരും ഉണ്ടാകും. ശാരദയുടെ മോളെ നിന്റെ കയ്യിൽ തന്നെ കൊണ്ട് എത്തിക്കും. അത് കർത്താവ് എത്തിച്ചിരിക്കും, ഇത് ഉറപ്പാ. എങ്കിൽ നീ വാ, നമുക്ക് കടയിലോട്ട് പോവാം. ശാരിക മനസ്സിൽ പറയാം, തൽക്കാലം എനിക്കൊരു ആശ്രയം ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം. അമ്മേ, അമ്മയുടെ പേര് ഞാനിപ്പോൾ കടമെടുത്തിരിക്കുക. ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരക്കണം. പേര് മാത്രമല്ലമ്മേ, അമ്മ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും എല്ലാം ഞാനിപ്പോൾ എടുക്കുക. നീ എന്താ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? യോ ഇല്ല, ഒന്നുമില്ല എന്നും പറഞ്ഞ് ശാരിക എളുപ്പം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. രാഘവട്ടൻ ഇങ്ങനെ വാതൊക്കെ തന്നെ നിൽക്കുക. പിള്ളേട് പറയാം, ഫാമ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറേ നേരം ആയല്ലോ. എവിടെ പോയതാന്ന് തനിക്ക് വല്ലതും അറിയാവോ? അയ്യോ, എനിക്കറിയില്ല സാറേ. താൻ പിന്നെ എന്തോന്ന് കണക്കപ്പിള്ളയാടും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ തൻ്റെ സത്യഭാമ അങ്ങോട്ട് വരുന്നുണ്ട്. കൂടെ സത്യയും പപ്പിയും ഉണ്ട്. എന്താടോ പിള്ളേ, ഇവള് കൊച്ചുങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നോ? എന്താ ഭാമ നീ കാണിച്ചത്? എന്താ കണ്ടില്ലേ? സ്കൂളിൽ നിന്ന് കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോന്നു. പൊന്നി, കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുത്തേ. വാ മക്കളെ, പൊന്നിയാൻറ്റി എടുത്തു തരാം. സത്യം ഉടനെ പറയാം. സത്യാമ്മേ, ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ട് കഴിച്ചോളാം. അത് വേണ്ട പൊന്നി, നിന്നോടല്ലേ പറഞ്ഞത് കുട്ടികൾക്ക് കഴിക്കാനെടുക്കാൻ. വാ മക്കളെ എന്നും പറഞ്ഞു കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ രാഘവേട്ടൻ ചോദിക്കുന്നത്, ഫാമേ, നീ കാണിക്കുന്നത് ശരിയുണ്ടോ? അതെ, എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഇനി മറ്റുള്ളവർക്ക് ശരിയാവണമെന്നൊന്നുമില്ല.
ഫാമേ, നീ കാണിക്കുന്ന അന്യായവാ. ആന്നോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീയേ കുട്ടികളെ മാത്രമല്ല ഇവിടുന്ന് ഇറക്കിവിട്ട എല്ലാവരെയും തിരിച്ചു വിളിക്കണമായിരുന്നു. അതിനി സത്യഭാമ ഒരിക്കൽ കൂടി ജനിക്കണം. നമ്മുടെ മകൻ്റെ കുഞ്ഞുങ്ങളല്ലേ അത്, അതുകൊണ്ടാണ് ഞാൻ ഇവരെ വിളിക്കാൻ പോയത്. ഫാമേ, നീ കാണിക്കുന്ന അഹങ്കാരവാ. ഇതിനൊക്കെ നീ ആരുടെയെങ്കിലും അടുത്ത് കണക്ക് പറയേണ്ടി വരുവേ. എല്ലാം കണ്ടുകൊണ്ട് സർവേശ്വരൻ എന്നൊരാൾ മുകളിൽ ഇരിപ്പുണ്ട്. സത്യഭാമ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആരൊക്കെ എന്നോടൊപ്പം ജീവിക്കണമെന്നുള്ള വ്യക്തമായ ധാരണ എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആശ്രയം. അതല്ലേ, അത് ചാകാൻ നേരത്തല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. ആരുമില്ലെന്ന് കരുതി വേസ്റ്റ് തള്ളുന്ന പോലെ ഏതെങ്കിലും ഓടയിൽ കൊണ്ടുപോയി തള്ളത്തതൊന്നും ഇല്ലല്ലോ എൻ്റെ ശവശരീരം. ആരെങ്കിലുമൊക്കെ മനസ്സലിവ് തോന്നി അങ്ങ് അടക്കം ചെയ്തോളും. നീ എന്ത് ഭാവിച്ച ഫാമയെ കാണിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ സ്ഥിരമായിട്ടിവിടെ നിർത്താൻ പോവാണോ? ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടി വേണം വളരേണ്ടത്. അച്ഛൻ്റെ സ്നേഹം അതിന് എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ കിട്ടാനാ? പിന്നെ കിട്ടേണ്ടത് അമ്മയുടെ സ്നേഹമാണ്. അതേ എൻ്റെ കൊച്ചുമക്കൾക്കിനി വേണ്ട. ഒരു മോശപ്പെട്ട സ്ത്രീയോടൊപ്പം എൻ്റെ കൊച്ചുമക്കൾ വളരണ്ട. ഫാമേ, സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് ചെന്ന് കൊള്ളുന്നതേ അവർക്ക് വേദനിക്കുന്ന എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാകത്തില്ല. അതെന്താണെന്നറിയോ? നിൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോൾ പകയാ. ആ പകയിലാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. അതിന് നിന്നെ വിട്ട് എന്ന് പോകുന്നോ അന്നേ നീ നന്നാകത്തുള്ളൂ. സത്യം മനസ്സിലാക്കാതെ അഹങ്കാരം പെരുത്ത് നിൽക്കുവാണ് സത്യം. എന്നാലേ അത് ഞാനങ്ങ് സഹിച്ച്. ഇനി ഈ കാര്യത്തെക്കുറിച്ചൊരു ചർച്ച ഇനി ഇവിടെ വേണ്ട. എൻ്റെ കൊച്ചുമക്കൾ ഈ വീട്ടിൽ എന്നോടൊപ്പം കഴിയും. അതിനി ആരെതിർത്താലും വേണ്ടില്ല. ഞാൻ തീരുമാനിച്ചത് ഞാൻ നടത്തിയിരിക്കും. അതിനെന്താ, നീ നടത്തിക്കോ. നിന്റെ വാശി തന്നെ നടക്കട്ടെ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. നീ അവരുടെ കുടുംബം തകർക്കരുത്. അവൾ എൻ്റെ കുടുംബമല്ലേ തകർത്തത്. പകരത്തിന് പകരമാണെന്ന് കരുതിയാൽ മതി. എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാനും ചെയ്തു. അങ്ങനെ കരുതി നിങ്ങൾ വേണമെങ്കിൽ അങ്ങ് ആശ്വസിച്ചോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ സത്യഭാമ അകത്തോട്ട് കയറിയങ്ങ് പോവുക. രാഘവേട്ടനേടോ പിള്ളേ, എന്തുപാടോ ഈ ഭാമ പറഞ്ഞിട്ട് പോയത്? തനിക്ക് വല്ലതും മനസ്സിലായോടോ? ഇല്ല സാറേ. ഓ, തനിക്ക് എവിടുന്ന് മനസ്സിലാകാനാടോ? എൻ്റെ ഭഗവാനെ, ഇതൊക്കെ കാണാൻ എന്തിനാണോ എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? മതിയായി ഈ പുല്ല് പിടിച്ച ജീവിതം എനിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനിയോടുള്ള പ്രതികാരം വീട്ടാൻ സത്യാമ്മ കാണിച്ചത് കണ്ടോ? ശാലിനി പോലും അറിയാതെ കുട്ടികളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. ഇനി ശാലിനി കുട്ടികളെ അന്വേഷിച്ച് ഇവിടെ വരില്ലേ? എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? കുട്ടികൾ അമ്മയെ കാണാതിരിക്കുമോ? ഈ സത്യാമ്മയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യമല്ലേ. ഒന്നുകിൽ ഇവർ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി എപ്പോഴാണോ ആ സത്യം മനസ്സിലാക്കുന്നത്, രേഷ്മ വന്ന് എപ്പോൾ സത്യം മനസ്സിലാക്കുമോ അപ്പോൾ മാത്രമേ സത്യാമ്മ മരുമകളെ മനസ്സിലാക്കുകയും മരുമകളുടെ നന്മ മനസ്സിലാക്കി അവളെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യത്തുള്ളൂ. ഇനി എന്താണോ അടുത്ത് നടക്കാൻ പോകുന്ന റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.